പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തി. മേഖലയിലെ നിലവിലെ സാഹചര്യം വിലയിരുത്തിയതിനൊപ്പം പ്രാദേശിക സുരക്ഷയെക്കുറിച്ചും ആക്രമണത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. UAE പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് ഉൾപ്പെടെയുള്ളവരും ചർച്ചകളിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ 2 ദിവസത്തെ സന്ദർശനത്തിനായി UAEയിലെത്തിയത്. ഇന്നലെ അബുദാബിയിലെത്തിയ അദ്ദേഹം UAE ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാനുമായി ചർച്ച നടത്തി. ഇതിന് പിന്നാലെയായിരുന്നു ഇന്ന് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായുള്ള കൂടിക്കാഴ്ച. പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഉൾപ്പെടെയുള്ളവരും കൂടിക്കാഴ്ചകളിൽ പങ്കെടുത്തു. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം ഭരണാധികാരികൾ വിലയിരുത്തി. പ്രാദേശിക അന്തർദേശീയ സുരക്ഷ, ആഗോള നാവിക ഗതാഗതം, ഊർജ്ജ വിതരണം, ലോക സമ്പദ് വ്യവസ്ഥ എന്നിവയിൽ ആക്രമണങ്ങൾ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങളും ചർച്ചയായി. UAEയുടെ പരമാധികാരം, പ്രാദേശിക അഖണ്ഡത, പൗരന്മാരുടെയും താമസക്കാരുടെയും സുരക്ഷ എന്നിവ ഉറപ്പാക്കുന്നതിനായുള്ള നടപടികൾക്ക് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണയും ഐക്യദാർഢ്യവും എസ് ജയശങ്കർ അറിയിച്ചു. ഇന്ത്യയുടെ പിന്തുണയ്ക്ക് UAE ഭരണകൂടം നന്ദി രേഖപ്പെടുത്തി. ഗൾഫ് മേഖലയിലെ സങ്കീർണമായ സാഹചര്യങ്ങൾക്കിടയിലും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നത് സംബന്ധിച്ച നിർണായക ചർച്ചകളും കൂടിക്കാഴ്ചയിൽ നടന്നു. UAE അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രി റീം ബിന്ത് ഇബ്രാഹിം അൽ ഹാഷിമി, സഹമന്ത്രി സയ്യിദ് മുബാറക് അൽ ഹാജിരി എന്നിവരും ചർച്ചകളിൽ പങ്കെടുത്തു. റിപ്പോർട്ടർ, അബുദാബി.